നമസ്കാരം. ഗീത സ്റ്റോറി ടൈമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പനെ വനമാലി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വനമാലി എന്ന പേര് ഉണ്ടായതിന് പിന്നിലെ കഥ എന്താണ് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് കരുതിയിട്ടാണ്. ഭഗവാന്റെ ഒരു പേരാണ് വനമാലി എന്ന് നമുക്ക് പലർക്കും അറിയാം. ആ പേര് എങ്ങനെ വന്നു എന്നൊരു പക്ഷേ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു കുഞ്ഞു കഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ശ്രീകൃഷ്ണനൊക്കെ ജനിച്ചതിന് ശേഷം ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഒരുപാട് കഥകളൊക്കെ കുന്തിദേവിയുടെ കാതിലും എത്തി. തൻ്റെ സഹോദരപുത്രനായ ആ മിടുക്കനായ കുഞ്ഞു ബാലനെ ഒന്ന് കാണണം എന്ന് കുന്തിദേവിക്ക് ഉള്ളിൽ അതിയായ ആഗ്രഹം ഉണ്ടായി. എന്തായാലും ശരി, ഇനി ആ ഉണ്ണിക്കണ്ണനെ ഒന്ന് പോയി കാണു എന്നെയെന്ന് കുന്തിദേവി തീരുമാനിച്ചു. അങ്ങനെ മധ്യമ പാണ്ഡവനായ തൻ്റെ മക്കളിൽ മൂന്നാമത്തവനായ അർജുനനെയും കൂട്ടിയിട്ട് കുന്തിദേവി ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. മധുരയിൽ ചെന്നപ്പോഴാണ് കുന്തിദേവി അറിഞ്ഞത് ശ്രീകൃഷ്ണൻ മധുരയിൽ ഇല്ല, ഇപ്പോൾ അമ്പാടിയിലാണ് എന്ന വിവരം. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ, ഇനിയിപ്പോൾ അമ്പാടിയിലെങ്കിൽ അമ്പാടിയിൽ അവിടെ ചെന്ന് ശ്രീകൃഷ്ണനെ കണ്ടിട്ട് തന്നെ ഉള്ളൂ കാര്യം. കാരണം അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണനെ കാണാൻ. അങ്ങനെ കുന്തിദേവിയും അർജുനനും കൂടെ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. അപ്പോൾ കുഞ്ഞ് ശ്രീകൃഷ്ണനാണ് കേട്ടോ, വളർന്നിട്ടൊന്നുമില്ല. അർജുനനും ചെറിയ കുട്ടിയാണ്. അങ്ങനെ കുറേ ദൂരം എത്തിയപ്പോഴാണ് കുന്തിദേവി ഓർത്തത്, അല്ല, ഞാൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുമ്പോൾ ഒന്നും കരുതിയിട്ടില്ലല്ലോ കൊടുക്കാനായിട്ട്. നമ്മൾ സാധാരണ ചെറിയ കുട്ടികളെയൊക്കെ കാണാൻ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ട് വേണം പോവാൻ, അങ്ങനെയല്ലേ പറയുക. ഗർഭിണികളെ കാണാൻ പോകുമ്പോഴും വയസ്സായവരെ കാണാൻ പോകുമ്പോഴും ചെറിയ കുട്ടികളെ കാണാൻ പോകുമ്പോഴൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് കയ്യിൽ കരുതണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തിരിച്ചു പോയിട്ടൊന്നും വാങ്ങാനുള്ള സമയമില്ല. എന്തെങ്കിലും വഴിയിൽ നിന്ന് വാങ്ങിക്കാന്ന് വെച്ചാൽ അതിനുള്ള ധനമൊന്നും കയ്യിൽ കരുതിയതുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ച് വല്ലാതെ വിഷമിച്ചു. അങ്ങനെ എന്തായാലും പോവുക തന്നെ. അങ്ങനെ പോണ വഴിക്ക് കാടുണ്ടായിരുന്നു. ആ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ കുന്തിദേവി കാട്ടിൽ നിന്ന് പൂക്കൾ ശേഖരിച്ചു. തെച്ചിയും മന്ദാരവും തുളസിയും എന്ന് വേണ്ട മുല്ലയും എല്ലാ ഋതുക്കളിലും പൂക്കുന്ന എല്ലാ പുഷ്പങ്ങളും കാട്ടിൽ നിന്ന് ശേഖരിച്ചു. ആ കൂട്ടത്തിൽ കൃഷ്ണന് ഏറെ പ്രിയപ്പെട്ട കടമ്പിൻ്റെ പൂവും ഉണ്ടായിരുന്നു. അങ്ങനെ സകല പൂക്കളും ചേർത്ത് നല്ല സുഗന്ധമുള്ള പൂക്കൾ, എല്ലാ ഋതുക്കളിലും പൂക്കുന്ന എല്ലാ പൂക്കളും ചേർത്ത് അതിമനോഹരമായൊരു മാല കുന്തിദേവി കോർത്ത് കയ്യിൽ കരുതി ശ്രീകൃഷ്ണനെ കാണുമ്പോൾ കൊടുക്കാനായിട്ട്. അങ്ങനെ അവർ അമ്പാടിയിൽ ചെന്നു. അമ്പാടിയിൽ ചെന്ന് ശ്രീകൃഷ്ണൻ ഓടി വന്നു. തൻ്റെ പിൽക്കാലത്ത് ഏറ്റവും വലിയ കൂട്ടുകാരനായ സഖാവായ അർജുനനെയും അവൻ്റെ അമ്മയും കണ്ടപ്പോൾ കുഞ്ഞു ശ്രീകൃഷ്ണൻ ഓടി വന്നു. അങ്ങനെ ശ്രീകൃഷ്ണൻ ഓടി അടുത്തെത്തിയതും കുന്തിദേവി തൻ്റെ സ്വന്തം കൈകൊണ്ട് കോർത്ത ഈ പൂമാല ശ്രീകൃഷ്ണൻ്റെ കഴുത്തിൽ ചാർത്തി കൊടുത്തു. ശ്രീകൃഷ്ണനാവട്ടെ ആ പൂമാല വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാ പൂക്കളും ഉണ്ട്, നല്ല സുഗന്ധമുള്ള പൂക്കളാണ്, എല്ലാ ഋതുക്കളിലും വിരിയുന്ന പൂക്കൾ. കുന്തിദേവി വളരെ സ്നേഹപൂർവ്വം തയ്യാറാക്കി ചാർത്തി കൊടുത്തതല്ലേ, എങ്ങനെയാ ഭഗവാൻ ഇഷ്ടമില്ലാണ്ടിരിക്കുക? അപ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞു, എനിക്ക് ഈ മാല വളരെയധികം ഇഷ്ടപ്പെട്ടു അമ്മേ. അമ്മ വനത്തിൽ നിന്ന് കോർത്തു കൊണ്ടുവന്നതല്ലേ എല്ലാ പൂക്കളുമുള്ള ഈ മാല. ഇത് എന്നും എപ്പോഴും എൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ശ്രീകൃഷ്ണന് വനമാല ഇഷ്ടമായതും ശ്രീകൃഷ്ണന് വനമാലി എന്ന പേര് വന്നതും. ഈ ഒരു കുഞ്ഞു കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ചെറിയ ലൈക്ക് തരണം. നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുകയും വേണം. വീണ്ടും കാണാം. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം ഗീത രാജു.